ഓക്കെ. y ഈക്വൽ ടു a ടൈംസ് ഇ റേസ് ടു 3x പ്ലസ് b ടൈംസ് ഇ റേസ് ടു മൈനസ് 2x. നമുക്ക് രണ്ട് ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ട് എയും ബിയും. അപ്പോൾ നമ്മൾ രണ്ട് തവണ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആദ്യം y ഡാഷ് കണ്ടുപിടിച്ചു. y ഡാഷ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 3a ഇ റേസ് ടു 3x മൈനസ് 2b ഇ റേസ് ടു മൈനസ് 2x. ഒന്നുകൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. y ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു 9a ഇ റേസ് ടു 3x പ്ലസ് 4b ഇ റേസ് ടു മൈനസ് 2x. ഇനി നമുക്ക് ഈ 3എയും അല്ലെ എയും ബിയും വൈ ഡാഷിൻ്റെയും വൈ ഡബിൾ ഡാഷിനെയും എന്തിലാക്കണം? രീതിയിലാക്കണം. കാരണം എന്തുകൊണ്ടാണ്? കോഎഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് എലിമിനേറ്റ് ചെയ്യുക. കാരണം എന്തുകൊണ്ടാണ്? ഇത് മൈനസ് 2b ആണ്. ഇത് 4b ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ബിയും ബിയും കൂടെ എന്ത് ചെയ്തു പോകും? എലിമിനേറ്റ് ചെയ്തു പോകും. മൾട്ടിപ്ലൈ ഇക്വേഷൻ 1 വിത്ത് 2. എന്തുകൊണ്ടാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഈ മൈനസ് 2നെ എന്താക്കണം? 4 ആക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, സോറി, നമ്മൾ വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, ഇവിടെ ഓൾറെഡി ബി ആദ്യമേ 1ഉം 2 എലിമിനേറ്റ് ചെയ്യാണ്. ഇത് ബി ആണ്, ഇത് മൈനസ് 2b ആണ്. ഇക്വേഷൻ 1നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് അഡ്വാൻറ്റേജ് കിട്ടും? സോ 2y പ്ലസ് വൈ ഡാഷ് ആഡ് ചെയ്തു. സോ 2y എന്ന് പറയുന്നത് എത്ര കിട്ടും? 2y ഈസ് ഈക്വൽ ടു 2a ഇ റേസ് ടു 3x പ്ലസ് 2b ഇ റേസ് ടു മൈനസ് 3x. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഏതിൻ്റെ വാല്യൂ കിട്ടും? അതുകൊണ്ടാണ് 2y പ്ലസ് വൈ ഡാഷ് നമ്മൾ ആഡ് ചെയ്തു. ഇതും ഈ ബിയുടെ ടൈം രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. നമുക്ക് 5a ഇ റേസ് ടു 3x കിട്ടും. അപ്പം a ഇ റേസ് ടു 3x എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്ര കിട്ടും? 2y പ്ലസ് വൈ ഡാഷ് ബൈ 5. അപ്പം ഈ a ടൈംസ് ഇ റേസ് ടു 3x വരെ നമുക്ക് 2y പ്ലസ് വൈ ഡാഷ് ബൈ 5 എന്ന് എഴുതാം. ഇതുപോലെ ഇനി അടുത്ത രണ്ട് ഇക്വേഷൻ നോക്കുക. നമുക്ക് ഇപ്പം നമുക്ക് എയ്ക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കിട്ടിയത്. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യണം? ബിക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ വേണം. അതിനുവേണ്ടി നമ്മൾ ഏതിനെ എലിമിനേറ്റ് ചെയ്യണം? എ എന്നുള്ള ടൈമിനെ എലിമിനേറ്റ് ചെയ്യണം. എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത്? രണ്ടാമത്തെ ഇക്വേഷന് എന്ത് ചെയ്യുക? 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിക്കും? 3y ഓക്കെ മൈനസ് വൈ ഡാഷ്. ഓക്കെ, അപ്പം നമ്മൾ 1ഉം 2ഉം തന്നെ നമ്മൾ വീണ്ടും എടുത്തു. കാരണം നമ്മൾ ബി എലിമിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. 1 and 3. ഇക്വേഷൻ 1 വിത്ത് 3. അപ്പോൾ എത്ര കിട്ടും? 3y. അപ്പോഴത്തേക്ക് ഇത് 3a കിട്ടും. ഈ 3യും കൂടെ കട്ട് ചെയ്ത് കളയാം. 3y എന്നിട്ട് ഈ y ഡാഷ് എന്ത് ചെയ്യുക? സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 3y മൈനസ് വൈ ഡാഷ് എന്ന് പറയുന്നത് എത്ര കിട്ടും? ആദ്യത്തെ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, വൈ ഡാഷ് സബ്സ്ട്രാക്ട് ചെയ്തു, എയും എ എലിമിനേറ്റ് ചെയ്തു പോവും. ബി മാത്രം മിച്ചം വരും. ബിയുടെ വാല്യൂ കിട്ടും. ഇനി ഈ കിട്ടിയ ഈ എയുടെ വാല്യൂയും ഈ ബിയുടെ വാല്യൂയും നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ കൊണ്ടിട്ട് കൊടുക്കണം. കാരണം എങ്കിലും നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് കിട്ടുകയില്ല. ഈ എയ്ക്ക് പകരം എ ഇ റേസ് ടു 3x പകരം ഈ വാല്യൂ ഇട്ട് കൊടുക്കുക. ഈ ബി ഇ റേസ് ടു മൈനസ് 2x പകരം ഈ ബി ഇ റേസ് ടു മൈനസ് 2x എന്നുള്ള ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. സിംപ്ലിഫൈ ചെയ്യുക, നിങ്ങൾക്ക് ഫൈനൽ സൊല്യൂഷൻ കിട്ടും. Form the differential equation of the family of hyperbola having focus on x-axis and center at origin. അപ്പോൾ ഫോക്കസ് എന്നുള്ള എന്തായിരിക്കും? എക്സ് ആക്സിസിലായിരിക്കും, സെൻറ്റർ ഒറിജിനിലുമായിരിക്കുന്ന ഹൈപ്പർബോളയുടെ ഇക്വേഷൻ എന്തായിരിക്കും? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പം കോണിക് സെക്ഷനിലെ സ്റ്റാൻഡേർഡ് ഫോർമുല ആദ്യമേ ഓർത്തിരിക്കണം. ഏതാണ്? ഫാമിലി ഓഫ് ഹൈപ്പർബോള ഫോക്കസ് അലോങ് എക്സ് ആക്സിസ്, സെൻറ്റർ ഏതാണ്? ഒറിജിനിൽ. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളതാണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ എ എം ബി എലിമിനേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യമേ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എന്തായിരിക്കും? ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, രണ്ടാമതൊരു ഇക്വേഷൻ കിട്ടും. അതിനുള്ളിൽ നിന്ന് എയും ബി എന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇക്വേഷൻ കിട്ടും. നമുക്ക് ആദ്യം മനസ്സിലായി എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്തു? രണ്ട് സൈഡ് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് 1 എന്ന് വരും. അതിൻ്റെ ആൻസർ എത്ര കിട്ടും? 2x ബൈ എ സ്ക്വയർ മൈനസ് 2y ഡി വൈ ബൈ ഡി എക്സ് ബി സ്ക്വയർ ഈക്വൽ ടു 0. ഓക്കെ, അതാണ് ആദ്യത്തെ ഇക്വേഷൻ. ഇനി വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡി ബൈ ഡി എക്സ് ഓഫ് 2x ബൈ എ സ്ക്വയർ മൈനസ് 2y വൈ ഡാഷ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 0. വീണ്ടും 0 തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 തന്നെ കിട്ടും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര കിട്ടും?
കാരണം ഇനി നിങ്ങൾക്ക് ഈ 2 കോമൺ ആണ്, ക്യാൻസൽ ചെയ്ത് കളയാം. എക്സ് ബൈ എ സ്ക്വയർ മൈനസ് വൈ, അതായത് ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്, എക്സ് ബൈ എ സ്ക്വയർ മൈനസ് വൈ വൈ ഡാഷ് ബൈ വി സ്ക്വയർ. നമ്മൾ രണ്ട് വെച്ച് രണ്ട് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി അതിനെ എന്ത് ചെയ്യുക, വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ആദ്യമേ രണ്ട് നമ്മൾ എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, വീണ്ടും എലിമിനേറ്റ് ചെയ്യുമ്പോൾ 1 ബൈ എ സ്ക്വയർ കിട്ടും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് 1 ബൈ ബി സ്ക്വയർ എന്നുള്ളത് വെളിയിൽ വരും. വൈ വൈ ഡാഷ്, ഈ വൈ വൈ ഡാഷിന് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഇത് 1 ബൈ എ സ്ക്വയർ ടൈംസ് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സേ വരുള്ളൂ. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 വരും. രണ്ടാമത്തെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 1 ബൈ ബി സ്ക്വയർ ടൈംസ് ഫസ്റ്റ് വൺ ടൈംസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഡാഷ് പ്ലസ് വൈ ഡാഷ് ടൈംസ് ഡി ബൈ ഡി എക്സ് ഓഫ് വൈ വരും. അതുകൊണ്ടാണ് നമുക്കത് എന്ത് കിട്ടുന്നത്, വൈ വൈ ഡാഷ് പ്ലസ് വൈ ഡാഷ് സ്ക്വയർ. ഈ ഒരു ടൈം വൈ ഡബിൾ ഡാഷ് വരും. ഇത് വൈ ഡാഷ് ടൈംസ് വൈ ഡാഷ് വരും. അതാണ് നമുക്കിവിടെ വൈ ഡാഷ് സ്ക്വയർ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് എന്തായിരുന്നു, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബി സ്ക്വയർ 1, രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുത്തു. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ 1, ഡി ബൈ ഡി എക്സ് ഓഫ് എത്ര കിട്ടും, സ്ക്വയർ ഡെറിവേറ്റീവ് 2x ബൈ എ സ്ക്വയർ മൈനസ് 2y ബൈ ഡാഷ് ബൈ ബി ഡി സ്ക്വയർ. എന്നിട്ട് അതിൻ്റെ വീണ്ടും ഡെറിവേറ്റീവ് എടുക്കണം. കാരണം എന്തുകൊണ്ടാണ്, രണ്ട് ആർബിട്രറി കോൺസ്റ്റന്റ് ഉള്ളതുകൊണ്ടാണ്. എന്നിട്ട് ഇതിൽ നിന്ന് രണ്ട് എലിമിനേറ്റ് ചെയ്തു. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ വൈ ഡാഷ് ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വന്നു. ഓക്കെ, വീണ്ടും 1 ബൈ എ സ്ക്വയറിനെ എക്സിന്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 1 കിട്ടുന്നതാണ് 1 ബൈ എ സ്ക്വയർ കിട്ടുന്നത്. മൈനസ് 1 ബൈ ബി സ്ക്വയർ വെളിയിലെടുത്ത് ഡി ബൈ ഡി എക്സ് വൈ ബൈ വൈ ഡാഷ്. ഇവിടെ എന്ത് അപ്ലൈ ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എന്തായിരിക്കും, ഫസ്റ്റ് വൺ ടൈംസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വൺ പ്ലസ് സെക്കൻഡ് വൺ ടൈം ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് വൺ. സോ വൈ വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഡാഷ് സ്ക്വയർ എന്നുള്ളൊരു ടൈം വരും. നമ്മളതങ്ങ് എന്ത് ചെയ്യാണ്, ഇനി ഇതിനെ എന്ത് ചെയ്യാണ്, സിംപ്ലിഫൈ ചെയ്യാണ്. അതായത് 1 ബൈ ബി സ്ക്വയർ ടൈം വൈ വൈ ഡബിൾ ഡാഷ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് ഫസ്റ്റ് വൺ ടൈം ഡെറിവേറ്റീവ് സെക്കൻഡ് വൺ പ്ലസ് സെക്കൻഡ് വൺ ടൈം ഡെറിവേറ്റീവ് ഫസ്റ്റ് വൺ. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ ഡാഷ് വൈ ഡബിൾ ഡാഷ് ആണ്. ഇത് വൈ ഡാഷ് ആണ്. വൈ ഡാഷ് ടൈംസ് വൈ ഡാഷ് സ്ക്വയർ വരും. അടുത്ത എന്തായിരിക്കും, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് പോലെ 1 ബൈ എ സ്ക്വയർ ഇൻ ഇക്വേഷൻ 2. അപ്പോൾ 1 ബൈ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, മൈനസ് 1 ബൈ ബി സ്ക്വയർ ടൈംസ്. അതങ്ങ് ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ 1 ബൈ എ സ്ക്വയറിന് പകരം ഈ മൈനസിന് ഇക്വട്ട് എടുത്തു കഴിഞ്ഞാൽ 1 ബൈ ബി സ്ക്വയർ എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കാം. അതെന്തായിരിക്കും, ഫസ്റ്റ് ഇക്വേഷൻ ഏതായിരുന്നു, ഇതായിരുന്നു. ഇവിടെ നമ്മൾ 1 ബൈ എ സ്ക്വയറിന് ഒരു വാല്യൂ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഈ ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്യുക, ഈ 1 ബൈ എ സ്ക്വയറിന് പകരം ഈ കാണുന്ന വാല്യൂ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എത്ര കിട്ടും, ഈ കാണുന്ന അത്രയാണ് എന്തെന്ന് പറയുന്നത്, മുകളിൽ കാണുന്ന 1 ബൈ എ സ്ക്വയർ. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ബി സ്ക്വയർ രണ്ടിടത്തും കോമൺ ആണ്. ആ ബി സ്ക്വയറിനെയും എന്ത് ചെയ്താൽ മതി, എലിമിനേറ്റ് ചെയ്താൽ മതി. അതുകൊണ്ടാണ് എക്സ് വൈ ഡാഷ് സ്ക്വയർ പ്ലസ് എക്സ് വൈ വൈ ഡബിൾ ഡാഷ് മൈനസ് വൈ ഡബിൾ ഡാഷ് ഈസ് ഈക്വൽ ടു 0. അങ്ങനെ നമുക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടും.